ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ പുതിയ വെന്യൂവിലെ ദ ബെസ്റ്റ് വേരിയൻ്റ് എന്ന് വിളിക്കാവുന്ന N-Line N6 DCT വേരിയൻ്റാണിത്. N-Lineലെ ബേസ് വേരിയൻ്റ് എന്ന് പറയാം. N-Line നമുക്ക് N6ലും N10ലുമാണ് വരുന്നത്. N10ൽ ഓട്ടോമാറ്റിക് DCT മാത്രമേ വരുന്നുള്ളൂ. N6ലാണ് മാനുവൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വെന്യൂവിൻ്റെ HX5 ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ HS6 ഓട്ടോമാറ്റിക് ഒക്കെ നോക്കുന്നവർക്ക് വേറെ ലുക്കിലുള്ളൊരു വെന്യൂ വേണം, അല്ലെങ്കിൽ കുറച്ചും കൂടി സ്പോട്ടി ലുക്കിംഗ് ആയിട്ടുള്ള ഒരു ക്രൗഡിൽ നമ്മളെ സ്റ്റാൻഡ് അലോണായിട്ട് നിൽക്കുന്ന ഒരു വെന്യൂ വേണമെങ്കിൽ കൺസിഡർ ചെയ്യാവുന്ന ബെസ്റ്റ് വേരിയൻ്റാണ് ഈ N-Line സീരീസ്. അതിൽ ഈ N6 വേരിയൻറ്റ് പക്ക വാല്യൂ ഫോർ മണി എന്ന് പറയാം ആ ഒരു പ്രൈസ് റേഞ്ചിൽ. അപ്പോൾ ഈ വേരിയൻറ്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത്, എത്രയാണ് ഇതിൻ്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. 12,75,000 രൂപ ഓൺ റോഡ് പ്രൈസിന് കിട്ടുന്ന വെന്യൂവിലെ N-Line N6 വേരിയൻ്റാണിത്. N-Lineലെ ബേസ് വേരിയൻ്റ് എന്ന് പറയാം. ഇപ്പോൾ നിങ്ങൾ നോർമൽ വെന്യൂ ആണ് കൺസിഡർ ചെയ്യുന്നത്, വെന്യൂവിൽ നിങ്ങൾക്കൊരു പെട്രോളാണ് വേണ്ടത്, അതിൽ ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ മാനുവലാണ് നിങ്ങൾ നോക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് നോർമൽ വെന്യൂവിൻ്റെ ലുക്ക് ഇഷ്ടപ്പെട്ടില്ല, അതായത് HX5ൻ്റെയൊക്കെ ലുക്ക് ഏകദേശം ഒരു എക്സ്റ്റർ ലുക്ക് എന്നൊക്കെ പലരും പറയുന്നുണ്ട്, ആ ലുക്കിൽ നിന്ന് മാറി കുറച്ചും കൂടി അഗ്രസീവ് ലുക്കിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി സ്പോട്ടി ലുക്കിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് അലോൺ ആയിട്ട് നിൽക്കുന്ന ഒരു വെന്യൂ വേണമെങ്കിൽ കൺസിഡർ ചെയ്യേണ്ട ബെസ്റ്റ് കാറാണ് നിങ്ങളീ കാണുന്ന N-Line സീരീസ്. ശരിക്കും ഈ വേരിയൻറ്റിനെ ഹ്യുണ്ടായി പ്ലേസ് ചെയ്തിരിക്കുന്നത് HX5 വേരിയൻറ്റിനും HS6 വേരിയൻറ്റിനും ഇടയിലായിട്ടാണ് ഈ N-Line N6 വേരിയൻറ്റിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഈ രണ്ട് വേരിയൻറ്റിൽ നിന്നുള്ള കുറച്ചധികം ഫീച്ചേഴ്സ് മിക്സ് ആൻഡ് മാച്ചിങ് ആയിട്ട് ആണ് ഈ വേരിയൻറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഫ്രണ്ടിൽ നിന്നുള്ള മറ്റ് ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഈ ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ N-Line സീരീസിൽ അപാര റോഡ് പ്രസൻസ് ആണ്, നല്ല രസമുണ്ട് കാണാൻ. ഫ്രണ്ടിലെ ഗ്രില്ലാണെങ്കിലും ചെറിയൊരു ഡ്യുവൽ സ്ലോട്ട് ഗ്രില്ലിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനകത്ത് N-Line എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കാണാം. നമുക്ക് കണക്റ്റഡ് DRL N-Line സീരീസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇൻഡിക്കേറ്റേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് LED ഇൻഡിക്കേറ്റേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ആ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്ന ഒരു DRL നമുക്ക് കാണാം. ടോപ്പ് എൻഡിലൊക്കെ വരുന്ന സെയിം ഫുൾ LED ആയിട്ടുള്ള 4 സ്ലോട്ട് ഹെഡ്ലൈറ്റ് കൊടുത്തിരിക്കുന്നു. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയെല്ലാം നമുക്കൊരു ബ്രഷ്ഡ് ഗ്രേ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ബെമ്പറിൻ്റെ പോർഷൻസിനെല്ലാം 195 mm ആണ് ഇതിന് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഫ്രണ്ടിലെ പോർഷൻസിലെല്ലാം ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. N-Line ആണെന്ന് അറിയാനായിട്ട് ബെമ്പറിൻ്റെ സൈഡിൽ നമുക്കൊരു റെഡ് ഇൻസൈറ്റ് കാണാം. അപ്പോൾ ചില ആളുകൾ ഈ വാഹനം എടുത്തിട്ട് ഈ ഒരു പോർഷനിലും റെഡ് ഇൻസൈറ്റ് കൊടുക്കുന്നത് കാണാം. അങ്ങനെ ചെയ്താലും കാണാൻ നല്ല ഭംഗിയാണ്. എടുത്തു പറയേണ്ട കാര്യം ഈ ഫ്രണ്ടിലെ ഗ്രില്ലാണ്. ആ ഒരു ഗൺ മെറ്റൽ ഫിനിഷിൽ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് അത് കൊടുത്തിരിക്കുന്നത്. അതിന് നടുക്ക് നമുക്ക് 360 വരാത്തതുകൊണ്ട് ആ ഒരു പോർഷൻ ഡെമ്മി ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഈ DRLൻ്റെ അകത്തെ പോർഷൻസിലെല്ലാം നമുക്കൊരു ഗ്ലാസ് ഫിനിഷിനകത്തായിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. നോർമൽ വെന്യൂ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല റോഡ് പ്രസൻസ് ആണ് ഈ N-Lineൽ കിട്ടുക. നിങ്ങൾ ഈ കാണുന്നതാണ് നോർമൽ വെന്യൂ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എന്തോരം ഡിഫറൻസ് ഈ വാഹനത്തിനുണ്ട് എന്നുള്ളത്. വശങ്ങളിലേക്ക് വരുമ്പോഴാണ് വേറെ ഒരു ബിഗ് ചേഞ്ചസ് നമുക്ക് കാണാൻ പറ്റുക. കാരണം 17 ഇഞ്ച് വീൽസാണ് കൊടുത്തിരിക്കുന്നത്. N-Lineലെ ബേസ് വേരിയൻ്റ് ആണെങ്കിലും N10 വേരിയൻറ്റിൽ കൊടുത്തിരിക്കുന്ന സെയിം അലോയ് വീലാണ് കൊടുത്തിട്ടുണ്ട്. അത് 17 ഇഞ്ചാണ്. നോർമൽ വെന്യൂ ആണെങ്കിൽ നിങ്ങൾ ടോപ്പ് എൻഡ് എടുത്താലും നിങ്ങൾക്ക് 16 ഇഞ്ചേ ലഭിക്കുകയുള്ളൂ. ഇനി അത് 17 ഇഞ്ച് ലഭിക്കുന്നുണ്ട്. 215, 55 or 17 ആണ് ടയർ സൈസ്. അതിനകത്ത് കാലിപ്പേഴ്സ് റെഡ് ഫിനിഷിലാണ് പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിലും ബാക്കിലും N-Lineൽ ഡിസ്ക് ബ്രേക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആ ഒരു പുതിയ ഡിസൈനിലുള്ള അലോയ്സ് എന്ന് പറയാം. നടുക്ക് N-Lineൻ്റെ ഒരു ബാഡ്ജും കൊടുത്തിരിക്കുന്നു. വശങ്ങളിൽ നിന്നൊക്കെ നോക്കുമ്പോൾ ടയറിന് കുറച്ചും കൂടി വീതി കൂടിയ രീതിയിൽ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. കുറച്ച് പുറത്തേക്ക് നിൽക്കുന്ന രീതിയിലാണ് ആ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. വശങ്ങളിലേക്ക് വന്നാലും മറ്റേ ചുറ്റുപുറം പോകുന്ന ബ്ലാക്ക് ക്ലാഡിംഗ് ഒക്കെ മാറ്റി ആ ഒരു ചെറിയൊരു ബ്ലാക്ക് ലൈൻസ് മാത്രം കൊടുത്ത് ഒരു കുറച്ചും കൂടി ഒരു സ്പോട്ടി ലുക്കിംഗ് ആക്കിയിട്ടുണ്ട്. ഇവിടെ താഴെയായിട്ട് നമുക്ക് ആ ഒരു റെഡ് സ്ട്രിപ്സ് പോകുന്നത് കാണാം. അതിൻ്റെ താഴത്തെ പോർഷൻ നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ N-Line എന്ന് പറഞ്ഞ ഒരു ബാഡ്ജും കൊടുത്തിരിക്കുന്നു. ഇതൊരു ബ്രഷ്ഡ് ഗ്രേ ഫിനിഷ്, നമ്മൾ ആ ഫ്രണ്ടിൽ കണ്ട ബെമ്പറിൻ്റെ ഒരു ഫിനിഷൊക്കെയാണ് ഇവിടെ വരുന്നത്. മിറേഴ്സിൽ ഇൻഡിക്കേറ്റേഴ്സ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വേരിയൻറ്റിൽ നമുക്ക് കീലെസ് എൻട്രി പോലെയുള്ള ഫീച്ചേഴ്സ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. അത് വേണമെങ്കിൽ നമുക്കൊരു പോരായ്മയായിട്ട് പറയാം. നമുക്ക് B പില്ലറും C പില്ലറും എല്ലാം നമുക്ക് മാറ്റ് ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. നോർമൽ വെന്യൂവിൻ്റെ ഈ ഒരു പോർഷൻ നമുക്കൊരു സിൽവർ ഫിനിഷിൽ വരുമ്പോൾ ഇത് നമ്മൾ ആ ഫ്രണ്ടിലെ ബെമ്പറിൻ്റെ ആ ഒരു സെയിം കളർ ടോണിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഗ്രേ ഫിനിഷ്. അതിനകത്ത് വെന്യൂ എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ്ങും കാണാനായിട്ട് പറ്റും. ടോപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഗ്രേ ടച്ചിൽ തന്നെയാണ് ഇതിൻ്റെ റൂഫ് റെയിൽസ് കൊടുത്തിരിക്കുന്നത്. സൺ റൂഫ് ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ HX5 അല്ലെങ്കിൽ HS6 എടുക്കുന്ന ഒരാൾക്ക് സൺറൂഫ് വരുന്നുണ്ട്. എന്നാൽ സൺറൂഫ് ഇല്ലാത്തൊരു വെന്യൂ വേണമെങ്കിൽ നിങ്ങൾക്കിതും കൺസിഡർ ചെയ്യാം. ബാക്കിലേക്ക് ഷാർഫിൻ ആൻറ്റിന കൊടുത്തിരിക്കുന്നു. ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു 195 mm ആണ്. വീൽ ബേസ് 2520 mm ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് വശങ്ങളിൽ നിന്നുള്ളൊരു ലുക്ക്. നല്ല ഭംഗിയാണ്. നോർമൽ വെന്യൂവിനേക്കാളും കാണാൻ കുറച്ചും കൂടി ഭംഗി ഈ N-Line സീരീസ് തന്നെയാണ്.
ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കണക്റ്റഡ് ടെയിൽ ലൈറ്റ് ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതിന് താഴെ നമുക്ക് ഈ ഒരു പോർഷൻസിലായിട്ടാണ് സ്റ്റോപ്പ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. അതിന് ടോപ്പിലായിട്ട് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കാണാം. ഫുൾ LED ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഹ്യുണ്ടായുടെ ലോഗോ കൊടുത്തിരിക്കുന്നു. ബാക്കിൽ വൈപ്പർ ഇതിനകത്ത് മിസ്സിംഗ് ആണ്. D4 ഉള്ള ഗ്ലാസ്സുകൾ കൊടുത്തിരിക്കുന്നു. ബാക്കിൽ നമുക്ക് ആ ഒരു പുതിയ ഡിസൈനിലുള്ള സ്പോയിലർ കാണാം. N-Line സീരീസിൽ വരുന്ന സ്പോയിലർ. നടുക്ക് ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. ഈ പോർഷൻസ് എല്ലാം നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബാക്കിൽ നിന്നൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഈ വെന്യൂവിൻ്റെ ലെറ്ററിങ് എല്ലാം ആ ഗ്ലാസ് ഫിനിഷിൻ്റെ അകത്തായിട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്ക് N-Line എന്ന് പറഞ്ഞ ബാഡ്ജിങ് കാണാം. ബാക്കിൽ നമുക്ക് ഡ്യുവൽ എക്സോസ് പൈപ്പാണ് N-Line സീരീസിൽ വരുന്നത്. ഈ ഒരു പോർഷൻ ഡിസൈൻസ് എല്ലാം നമുക്കൊരു മറ്റ് നോർമൽ വെന്യൂമായിട്ട് എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ നമുക്ക് ഒരു ബ്ലാക്ക് ഫിനിഷിലുള്ള ബെമ്പർ യൂണിറ്റ് കാണാം. ഈ ഒരു പോർഷൻസ് എല്ലാം നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിട്ട് താഴത്തെ പോർഷൻ ആ ഒരു ഗ്രേ ഫിനിഷിൽ വരുന്നുണ്ട്. ഇവിടെ സെൻറ്റർ മൗണ്ടഡായിട്ടാണ് നമുക്ക് ബാക്കിലേക്ക് റിവേഴ്സ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. 4 പാർക്കിംഗ് സെൻസേഴ്സാണ് ബാക്കിൽ വരുന്നത്. ഇനി നമുക്കിതിൻ്റെ ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിനു മുമ്പ് ബാക്കിൽ നിന്നുള്ള ലുക്കും നോർമൽ വെന്യൂമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫാർ ബെറ്റർ ആയിട്ടുള്ള ലുക്കാണ് ബാക്കിൽ നിന്നും കൊടുത്തിരിക്കുന്നത്. നമുക്ക് മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. പാഴ്സൽ ട്രേ ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിലേക്ക് ബൂട്ട് ലൈറ്റോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഈ വേരിയൻറ്റിൽ നമുക്ക് ഫിക്സഡ് ഹെഡ് റെസ്റ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ഒഴിവാക്കിയിട്ടുണ്ട്. സെൻറ്റർ പാസഞ്ചറിന് ഹെഡ് റെസ്റ്റ് വരുന്നില്ല. അതുപോലെ തന്നെ 60-40 സ്പ്ലിറ്റ് സീറ്റിൻ്റെ ഓപ്ഷൻസും ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കോസ്റ്റ് കട്ടിംഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് അകത്ത് പറയാം. പിന്നെ നമ്മുടെ സ്പെയർ വീൽ നോക്കുകയാണെങ്കിൽ ബേസ് വേരിയൻറ്റിലൊക്കെ വരുന്ന വീലുകൾ തന്നെയാണ് സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ബാക്കിൽ നിന്നുള്ളൊരു ലുക്കും എക്സ്റ്റീരിയറും. നോർമൽ വെന്യൂമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫാർ ബെറ്റർ ആയിട്ടുള്ളൊരു വാഹനം എന്ന് പറയേണ്ടി വരും. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ റിക്വസ്റ്റ് സെൻസർ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്ക് ഇതാണ് ഈ വാഹനത്തിൻ്റെ കീ വരുന്നത്. ലോക്ക് ആൻഡ് അൺലോക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ച ബൂട്ട് ഓപ്പൺ ചെയ്യാൻ ഓപ്ഷനോട് കൂടിയ 2 ഫുള്ളി ഫംഗ്ഷനായ ഫ്ലിപ്പ് കീസ് കൊടുത്തിരിക്കുന്നു. കീലെസ് എൻട്രി പുഷ് ബട്ടൺ സ്റ്റാർട്ടൊന്നും ഈ വേരിയൻറ്റിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. ബേസ് വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയറും ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയറുമാണ് ഫുൾ ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഡോർ പാഡിലേക്ക് വന്നാലും നമുക്ക് ഫുൾ ബ്ലാക്ക് ഫിനിഷിനാണ് വരുന്നത്. ഇവിടെ ഒരു ലെതറിറ്റ് ഫിനിഷ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്ത് ഒരു റെഡ് സ്റ്റിച്ചിങ് കാര്യങ്ങൾ കാണാം. 4 ഡോർ പവർ വിൻഡോൻ്റെ കൺട്രോൾ, ലോക്ക് ആൻഡ് അൺലോക്ക്, മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. ഡ്രൈവർ സീറ്റ് നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. അതിനകത്ത് ലെതറിറ്റ് സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. വെൻറ്റിലേഷൻ ഉൾപ്പെടുത്തിയിട്ടുള്ള ഫുൾ ലെതറിറ്റ് സീറ്റുകളാണ് N-Lineൽ വരുന്നത്. അത് ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. നടുക്ക് നമുക്കൊരു റെഡ് ലൈൻസ് കാണാം. വശങ്ങളിലും സ്റ്റിച്ചിങ് കാര്യങ്ങളെല്ലാം റെഡ് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പെഡൽസ് N-Line ആയതുകൊണ്ട് സ്റ്റീൽ പെഡലുകളാണ് വരുന്നത്. ഡെഡിക്കേറ്റഡ് റെഡ് പെഡൽ കാണാം. ഇവിടെ ട്രാക്ഷൻ കൺട്രോളിൻ്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നുണ്ട്. AC വെൻസിന് ചുറ്റുമെല്ലാം നോർമൽ വെന്യൂവിൽ സിൽവർ ആയിരുന്നുവെങ്കിൽ ഇതിനകത്തൊരു ബ്രഷ്ഡ് ബ്ലാക്ക് ഫിനിഷാണ് വരുന്നത്. ഇനി അകത്തു നിന്നുള്ള മാറ്റങ്ങളും ഫീച്ചേഴ്സും ഒന്ന് ചെക്ക് ചെയ്യാം. N6 വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ വെന്യൂ ലൈനപ്പിൽ ഏറ്റവും സ്പോർട്ടി ആയിട്ടുള്ള ഇൻറ്റീരിയർ കൊടുത്തിരിക്കുന്നത് N-Line സീരീസിലാണ്. ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് ഇൻറ്റീരിയർ വരുന്നത്. അതുപോലെ തന്നെ ഫീച്ചർ ലോഡഡ് ആയിട്ടുള്ള ഇൻറ്റീരിയർ ആണെന്ന് പറയാം. ഇപ്പോൾ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ N-Lineൽ മാത്രമായിട്ടുള്ളൊരു സ്റ്റിയറിംഗ് വീല് കാണാം. അതിനകത്ത് N എന്ന് പറഞ്ഞ ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. ഇടതുവശത്തായിട്ട് നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനും ക്രൂസ് കൺട്രോളിൻ്റെ ഓപ്ഷൻസും വരുന്നുണ്ട്. വലതുവശത്തായിട്ട് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസാണ് വരുന്നത്. നമ്മളുടെ നോർമൽ വെന്യൂവിൽ 4 സ്പോക്ക് ആണെങ്കിൽ ഇതൊരു 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ എന്ന് പറയാം. ഫ്ലാറ്റ് ബോട്ടം അല്ല, റൗണ്ടഡ് സ്റ്റിയറിംഗ് ആണ്. ലെതർ റാപ്ഡായിട്ട് കൊടുത്തിരിക്കുന്നു. അതിനകത്ത് സ്റ്റിച്ചിങ് എല്ലാം റെഡ് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റിയറിംഗ് വീലിൽ നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ വരുന്നു. ടെലസ്കോപ്പിക്കിൻ്റെ ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്ക് പാഡിൽ ഷിഫ്റ്റേഴ്സ്, ഇത് DC to ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് പാഡിൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്. ഇടതുവശമായിട്ട് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശം ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം. ഹെഡ്ലൈറ്റിൽ ഓട്ടോ ഹെഡ്ലൈറ്റിൻ്റെ ഫീച്ചറും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ വൈപ്പർ നോർമൽ വൈപ്പേഴ്സാണ് വരുന്നത്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ വെന്യൂവിലും കാണുന്ന സെയിം ക്ലസ്റ്റർ യൂണിറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സ്പീഡോമീറ്റർ, RPM മീറ്ററും ഡിജിറ്റലായിട്ട് കൊടുത്തിരിക്കുന്നു. അടുത്തൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ. അതിനകത്ത് അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും അറിയാനായിട്ട് പറ്റും. അതിൽ പ്രത്യേകിച്ച് ചേഞ്ചസ് കാര്യങ്ങളൊന്നും തന്നെ കൊണ്ടുവന്നിട്ടില്ല. സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബേസ് വേരിയൻറ്റ് കാണുന്ന സെയിം 10.25 ഇഞ്ചിൻ്റെ സ്ക്രീൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. അത്യാവശ്യം നല്ല ടച്ച് റെസ്പോൺസ് ഉള്ള സ്ക്രീനാണ്. ആൻഡ്രോയിഡ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടാബ്ലറ്റ് പോലെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിപ്പോൾ നമുക്ക് ബേസ് വേരിയൻറ്റ് തൊട്ട് HS6 വേരിയൻറ്റ് വരെ സിമിലർ സ്ക്രീനാണ് വരുന്നത്. HX8 വേരിയൻറ്റ് തൊട്ട് നമുക്ക് 12 ഇഞ്ചിൻ്റെ സ്ക്രീനിലേക്ക് മാറും. അപ്പോൾ സെൻറ്ററിലും ഇവിടെ നമുക്കൊരു 12 ഇഞ്ചിൻ്റെ സ്ക്രീനിലേക്ക് അത് ചേഞ്ച് ആവും. ഇതിപ്പോൾ N10 വേരിയൻ്റാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള 2 സ്ക്രീനുകളായിരിക്കും ഇവിടെ ലഭിക്കുക. അതിൽ ഡീസൻറ്റ് മ്യൂസിക് ക്ലാരിറ്റി എന്ന് തന്നെ പറയാം. 4 സ്പീക്കറിന് 2 ട്യൂട്ടറും വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. അതിനകത്ത് ഫുൾ സ്ക്രീനിൽ കാണാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് താഴത്തെ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അത് കാണാനായിട്ടുള്ള ഒരു ഓപ്ഷനും അതിനകത്ത്
ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാർക്കിംഗ് സെൻസേഴ്സ് നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലും ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ AC വെൻറ്റ്സ് കൊടുത്തിരിക്കുന്നു. ഫുൾ ബ്ലാക്ക് ആണ്, വേറെ യാതൊരു കളർ ടോണും ഉൾപ്പെടുത്തിയിട്ടില്ല. അതിന് താഴേക്ക് വരുമ്പോൾ നമുക്ക് മാനുവൽ AC കൺട്രോൾസ് ആണ് ഈ വേരിയൻറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് വേണമെങ്കിൽ പറയാം. മാനുവൽ AC കൊടുത്തു, ബാക്കിൽ വൈപ്പർ കൊടുത്തിട്ടില്ല. എന്നാൽ കുറച്ചധികം ഫീച്ചേഴ്സ് അതിനകത്ത് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. പുതിയ സ്റ്റിയറിംഗ് വീല്, അതിന് സ്റ്റിച്ചിങ് വന്നു, 17 ഇഞ്ച് വീൽസ് വന്നു, അങ്ങനെ കുറച്ചധികം അഡീഷണൽ സംഭവങ്ങൾ ആഡ് ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ വയ്ക്കാം. ഇവിടെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് കൊടുത്തെങ്കിൽ വയർലെസ് ചാർജിങ്ങിൻ്റെ ഓപ്ഷൻ വരുന്നില്ല. നമ്മൾ 2 Type C ചാർജിങ് പോർട്ടുകളാണ് വരുന്നത്. ഒന്ന് നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനിന് യൂസ് ചെയ്യാനുള്ള ഓപ്ഷനും കൂടിയും വരുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ട് വരുന്നു. നമ്മുടെ 7 സ്പീഡ് DCT ഗിയർ ബോക്സ് കാണാം. ആ N സീരീസ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു ബാഡ്ജിങ് കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും. ക്യാമറ ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി നമുക്ക് ക്യാമറ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അതിന് താഴെ ഈ വേരിയൻറ്റിൽ നമുക്ക് ഓട്ടോ പാർക്ക് ബ്രേക്ക് ആൻഡ് ഓട്ടോ ഹോൾഡിൻ്റെ ഫീച്ചറാണ് കൊടുത്തിരിക്കുന്നത്. അത് വേണമെങ്കിൽ ഒരു ആഡ് ഓൺ അഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. സെൻറ്റർ ആംറെസ്റ്റ് വരുന്നുണ്ട്. സോഫ്റ്റ് ടച്ചാണ് ടോപ്പിൽ. അത്യാവശ്യം ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു. നല്ല അടിപൊളി ഡ്രൈവർ സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർക്ക് നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന വലിപ്പമുള്ള സീറ്റുകൾ. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നില്ല. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കാണാം. കോ ഡ്രൈവേഴ്സിൽ സൺവൈസസ് മിറർ ഉൾപ്പെടുത്തിയിട്ടില്ല. അവിടെ കോസ്റ്റ് കട്ടിങ് കാണാം. മാനുവൽ ഡിമ്മിങ്ങുള്ള IR VMs കൊടുത്തിരിക്കുന്നു. അകത്തെ റീഡിംഗ് ലൈറ്റുകൾ ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് ടിക്കറ്റ് ഹോൾഡർ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഫുൾ ബ്ലാക്ക് ഫിനിഷിലുള്ള റൂഫാണ്. വേറെ യാതൊരു കളർ ടോണും വന്നിട്ടില്ല. ഇവിടെ നമുക്ക് റീഡിംഗ് ലൈറ്റ് കാണാം. അതും ഹാലജനായിട്ടാണ് വരുന്നത്. സൺ റൂഫ് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ N6 വേരിയൻറ്റ്. ഇതിൻ്റെ ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ ഡീസൻറ്റ് സൈസായിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ്. കൂൾഡ് ഫീച്ചർ കാര്യങ്ങളൊന്നും തന്നെ അതിനകത്തും ഉൾപ്പെടുത്തിയിട്ടില്ല. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുമ്പോൾ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ്. ഒരു ഓൾമോസ്റ്റ് 80 ഡിഗ്രിയിൽ തുറക്കാനായിട്ട് പറ്റും. ഡോർ പാഡ് നമ്മൾക്ക് ബ്ലാക്ക് ഫിനിഷ് തന്നെ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു ലെതറിറ്റ് ഫിനിഷ് കാണാം. റെഡ് സ്റ്റിച്ചിങ് കൊടുത്തിരിക്കുന്നു. പവർ വിൻഡോൻ്റെ കൺട്രോൾ. ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് ഫിനിഷിലാണ്. അകത്തേക്ക് നമുക്ക് 2 Type C ചാർജിങ് പോർട്ടുകളാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലേക്ക് AC വെൻറ്റ്സ് കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കാണാം. സെൻറ്റർ ആംറെസ്റ്റ് വരുന്നില്ല. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് വരുന്നില്ല. 3 പേർക്കുള്ള സീറ്റ് ബെൽറ്റ് കാണാം. ഐസോഫിക് ചൈൽഡ് സീറ്റിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. വെന്യൂവിൻ്റെ ഒരു അഡ്വാൻറ്റേജും ഇത് തന്നെയാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം നമുക്ക് കാണാം. നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 12 സെൻറ്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് കാണാം. വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്ക് സുഖമായിട്ട് കംഫർട്ടായിട്ടിരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. ബാക്കിലേക്ക് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിലുകൾ വരുന്നുണ്ട്. അതിനകത്ത് ഹുക്ക് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാഴ്സൽ ട്രേയും ഈ വേരിയൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെന്യൂവിൻ്റെ HX5 വേരിയൻ്റൊക്കെ നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യേണ്ട ബെസ്റ്റ് വേരിയൻറ്റുകളിലൊന്നാണ് ഈ N-Lineൻ്റെ N6 വേരിയൻറ്റ്. വെന്യൂ N-Lineൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ സെഗ്മെൻറ്റിലെ വൺ ഓഫ് ദ സേഫസ്റ്റ് കാറാണ് ഇപ്പോൾ വെന്യൂ. കാരണം ഭാരത് NCAPൽ 5 സ്റ്റാർ റേറ്റിംഗ് ലഭിച്ചിട്ടുണ്ട്. അത് അഡൾട്ട് സേഫ്റ്റിക്കും ചൈൽഡ് സേഫ്റ്റിക്കും റേറ്റിംഗ് കൂടുതലാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ സെഗ്മെൻറ്റിലെ മോസ്റ്റ് സേഫസ്റ്റ് കാർ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ വൺ ഓഫ് ദ സേഫസ്റ്റ് കാറും വെന്യൂ ആണ്. N-Lineലേക്ക് വന്നു കഴിഞ്ഞാൽ അഡീഷണലി നമുക്കിപ്പോൾ നോർമൽ എല്ലാ വേരിയൻറ്റിലും കിട്ടുന്ന 6 എയർ ബാഗ് സ്റ്റാൻഡേർഡാണ്. ABS, CBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ് പോലുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട്. N-Line ആയതുകൊണ്ട് നമുക്ക് 4 വീലിലേക്കും ഡിസ്ക് ബ്രേക്കും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ N-Line സീരീസിൽ നമുക്ക് ഒരൊറ്റ എഞ്ചിനാണ് ഹ്യുണ്ടായി കൊടുത്തിട്ടുള്ളൂ. അത് നമ്മളുടെ 1 ലിറ്റർ 3 സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിനാണ്. 118 HP പവറും 172 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന നല്ല രസമുള്ളൊരു പെട്രോൾ എഞ്ചിൻ. അത് 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 7 സ്പീഡ് DCT ആയിട്ടാണ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഡീസൽ N സീരീസിൽ വരുന്നില്ല. പിന്നെ 1.2 ഉൾപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ ഈ വാഹനം നമ്മളൊന്ന് റേസ് ചെയ്യുകയാണെങ്കിൽ ആ എക്സോസ് നോട്ട് നമുക്ക് ശരിക്കും ആ ഒരു എന്താ പറയുക, കുറച്ച് പൊട്ടണ ടൈപ്പുള്ള എക്സോസ് നോട്ടൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ഈ വാഹനത്തിൻ്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ പ്രൈസ് നമുക്ക് N6ൻ്റെയും നമ്മളുടെ HX5ൻ്റെ HS6ൻ്റെ ആയിട്ടൊന്ന് കമ്പാരിസൺ ചെയ്ത് നോക്കാം. അതിനു മുമ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിക്കഴിഞ്ഞാൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഒരു കമൻറ്റ് രേഖപ്പെടുത്തുക. റെഗുലർ വ്യൂവേഴ്സാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും ഒരു കമൻറ്റ് രേഖപ്പെടുത്താനും മറക്കരുത്. കാരണം യൂട്യൂബ് തന്നെ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഇനി ഈ N6 വേരിയൻറ്റ് ശരിക്കും N-Lineലെ ബേസ് വേരിയൻ്റാണ്. N6ൽ മാത്രമേ മാനുവൽ വരുന്നുള്ളൂ. ഇതിന് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 10,65,000 രൂപയും ഓൺ റോഡിലേക്ക് വന്നാൽ 12,75,000 രൂപയാണ് ഇതിൻ്റെ മാനുവലിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. നിങ്ങൾ ഈ കാണുന്ന 7 സ്പീഡ് DCT വാഹനത്തിന് 13,80,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ്. നമുക്ക്
അടുത്തൊരു എൻലൈൻ വേണമെങ്കിൽ നിങ്ങൾ N10 ടോപ്പ് വേരിയൻറ്റിലേക്ക് പോകേണ്ടി വരും. അതിൽ DCT മാത്രമേ വരുന്നുള്ളൂ. 18,65,000 രൂപയാണ് അതിൻ്റെ പ്രൈസ്. അതായത് ഈ വാഹനത്തെക്കാളും ഏകദേശം 5 ലക്ഷം രൂപയുടെ അടുത്ത് കൂടുതലാണ് ശരിക്കും നമ്മളുടെ N10ലേക്ക് വരുമ്പോൾ വരുന്നത്. ആ ഒരു ബഡ്ജറ്റിലേക്കൊന്നും പോകാണ്ട് നിങ്ങൾക്കൊരു എൻലൈൻ ലുക്ക് വേണം, മറ്റ് വെന്യൂവിൽ നിന്നൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ലുക്ക് വേണമെങ്കിൽ ഈ വാഹനം കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ HX5ൻ്റെ ടർബോ മാനുവലിന് 11,55,000 രൂപയും ഓട്ടോമാറ്റിക്കിന് 13,05,000 രൂപയാണ് പ്രൈസ് വരുന്നത്. അതായത് ഇതിനേക്കാളും ഏകദേശം 75,000 രൂപ കുറവാണ് നമ്മളുടെ HX5 വേരിയൻറ്റിന്. ഇനി HX6ലേക്ക് പോയി കഴിഞ്ഞാൽ അതിനകത്ത് DCT ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. അതിന് 14,52,000 രൂപ. ഈ എൻലൈനേക്കാളും 70,000 രൂപ കൂടുതലാണ് ആ വാഹനത്തിന്. ഇപ്പോൾ HS6ലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? അഡീഷണലി ബാക്കിൽ വൈപ്പർ കിട്ടും, ഓട്ടോ ക്ലൈമട്രോണിക് AC കിട്ടും. ബാക്കി കാര്യങ്ങളെല്ലാം ഓൾമോസ്റ്റ് ഇതിനോട് സിമിലർ ആയിട്ടാണ് വരുന്നത്. മീൻസ് HX5നോട് സിമിലർ ആയിട്ടാണ് വരുന്നത്. HX5 എടുത്തു കഴിഞ്ഞേക്കാളും 70,000 കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അടിപൊളി അലോയ് വീൽസ് പുറത്ത് കിട്ടും. അതിന് തന്നെ നിങ്ങൾ 50,000 രൂപയുടെ അടുത്ത് കൂടുതൽ സ്പെൻഡ് ചെയ്യണം. പിന്നെ ഇത്രയും അടിപൊളിയായിട്ടൊരു ഇൻറ്റീരിയർ കിട്ടും, ഒരു വേറെ ലുക്കുള്ളൊരു വാഹനം കിട്ടും. അപ്പോൾ HX5 DCT ഓട്ടോമാറ്റിക് നോക്കുന്നവർക്ക് വേണമെങ്കിൽ ഒരു 70,000 രൂപയും കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ ഈ N-ലൈൻ്റെ DCT വാങ്ങാനായിട്ട് പറ്റും. മച്ച് ബെറ്റർ ആയിട്ടുള്ളൊരു വാഹനമാണ്. HX5നേക്കാളും എന്തുകൊണ്ടും ബെറ്റർ ആയിട്ടുള്ള വാഹനം. കാരണം HS5ലും ബാക്കിൽ വൈപ്പർ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഇതിനേക്കാളും നോർമൽ വെന്യൂ നമ്മുടെ എക്സ്റ്ററിൻ്റെ ഒക്കെ ഒരു ലുക്കാണ് വരുന്നത്. പക്ഷേ അത് വെച്ച് നോക്കുമ്പോൾ ഇത് ഫാർ ബെറ്റർ ആയിട്ടുള്ള വാഹനമാണ്. ചെറിയൊരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന ബെസ്റ്റ് വേരിയൻ്റാണ് ഈ N6 മാനുവൽ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് വേരിയൻറ്റ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഹ്യുണ്ടായി റിലേറ്റഡുള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. ഹ്യുണ്ടായുടെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും എക്സിസ്റ്റിംഗ് ഓണേഴ്സ് ആണെങ്കിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ N-ലൈനൊക്കെ ചെറിയൊരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്, അത് മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.